സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണവുമായി ശക്തമായി മുന്നോട്ടു പോവുകയാണ്. സിദ്ദിഖിനെതിരെ കേസെടുത്തു. ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, മണിയൻപിള്ള രാജു, 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ, കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനാ നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും ഒക്കെ പരാതി വന്നിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് മുമ്പാകെ പരാതി ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു നടനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഇന്ന് പരാതി നൽകിയ ആൾ തിരുവനന്തപുരത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ഈ ലഭിച്ച പരാതികൾ, ലൈംഗിക ആരോപണങ്ങളിൽ പരാതിക്കാരുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം നടപടിയുണ്ടാകും എന്നാണ് DIG അജിത ബീഗം പറഞ്ഞത്. അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും അജിത ബീഗം പറയുകയുണ്ടായി. ഇന്ന് DIG അജിത ബീഗം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഈ നടപടിക്രമത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. അതേസമയം അമ്മ എന്ന താരസംഘടന AMMA, ആ സംഘടനയുടെ നേതൃത്വം അപ്പാടെ രാജിവെച്ചുകൊണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അപ്പാടെ രാജിവെച്ചുകൊണ്ട് ഒരു കൂട്ടരാജി എന്ന നിലയിലേക്ക് പോവുകയായിരുന്നു. അത് നവീകരണത്തിനുള്ള തുടക്കമാകട്ടെ എന്നാണ് ഫെഫ്ക അതേക്കുറിച്ച് പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ ചരിത്രത്തിലെ മാർഗരേഖയാണെന്നും ഫെഫ്ക വിശേഷിപ്പിക്കുകയുണ്ടായി. ലൈംഗിക അതിക്രമം നടത്തിയ മുഴുവൻ പേരുടെയും വിവരങ്ങൾ പുറത്തു വരണമെന്നും സംഘടന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രസ്താവനകൾ, അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഫെഫ്കയുമായി ബന്ധപ്പെട്ട് ഫെഫ്കയ്ക്കെതിരെ സംവിധായകൻ ആഷിഖ് അബു, അതുപോലെ തന്നെ സംവിധായകൻ വിനയൻ ഒരു നിലപാടെടുക്കുന്നു. ഫെഫ്ക അതിന് മറുപടി പറയുന്ന നിലയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അമ്മ എന്ന സംഘടന അതിൽ കൂട്ടരാജി എന്നതിൽ വിയോജിപ്പതിൽ തന്നെ പലർക്കും ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്ന് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘം, പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ശക്തമാക്കി മുന്നോട്ട് നീങ്ങുന്നത്.